ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 12 മറിയത്തിൻ്റെ വിശുദ്ധ നാമം, അതിൻ്റെ ഒരു ഐച്ഛിക ഓർമ്മ തിരുനാളാണ് സെപ്റ്റംബർ 12 ആഘോഷിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്തിയിരുന്നു, പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുവചന ജപമാല, തെയോത്തോക്കസിൻ്റെ വചനക്കൊന്ത. അതിൽ ലുത്തിനിയായുടെ വ്യാഖ്യാനം, തിരുവചനാധാരം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ തിരുവചനാധാരത്തിൽ ഒന്നാമത്തെ, നമ്മൾ പരിശുദ്ധ മറിയമേ എന്നാണല്ലോ നമ്മൾ ലുത്തിനിയയിൽ ചൊല്ലുന്ന ഒന്നാമത്തെ വാഴ്ത്തുമൊഴി. ആ വാഴ്ത്തുമൊഴിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന, പരിശുദ്ധ മറിയമേ എന്ന് കൊടുത്തിരിക്കുന്ന ആ വാഴ്ത്തുമൊഴിയുടെ വ്യാഖ്യാനത്തിലെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സാങ്ത മരിയ എന്നാണ് ലത്തീനിൽ, ഹോളി മേരി ഇംഗ്ലീഷിൽ, പരിശുദ്ധ മറിയം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു. ഈ മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യമേ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. തിരുവചനമാണിത്, ലൂക്ക 1:27. ആ കന്യകയുടെ പേര്, നസ്രത്തിലെ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. കന്യകയുടെ പേര്, നാമം മറിയം എന്നായിരുന്നു. ഇത് തിരുവചനമാണല്ലോ. അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ നാമം വളരെ പ്രധാനപ്പെട്ടതാണ്, തിരുവചനം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനാൽ തന്നെ മറിയത്തിൻ്റെ തിരുനാമത്തെ ഓർത്തുകൊണ്ട് തിരുനാൾ ആചരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ എങ്കിലും 17-ാം നൂറ്റാണ്ടിലാണ് തിരുനാൾ ആചരിക്കാൻ തുടങ്ങിയത്. പിന്നെ 2-ാമത്തെ സോനദോസ് വന്നപ്പോൾ അത് പതുക്കെ ഇങ്ങനൊരു തിരുനാൾ വേണ്ടെന്ന് കരുതി ജോൺ പോൾ 2 മാർപ്പാപ്പ വീണ്ടും അത് വേണം എന്നുള്ള 1982 എൻ്റെ അറിവ്, വീണ്ടും അതൊരു ഐച്ഛിക ഓർമ്മ തിരുനാളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതായാലും തിരുവചനത്തിൽ ഇങ്ങനെയുണ്ട്, ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. അത് തിരുവചനമായതുകൊണ്ട് അതിന് ഗൗരവത്തോടെ എടുക്കണം. മറിയത്തിൻ്റെ പേര് അങ്ങനെ ഇല്ലേ, തിരുവചനം പറയാണ് ആ കന്യകയുടെ പേര് മറിയം എന്നാണ്. അപ്പോൾ ആ മറിയത്തിൻ്റെ നാമധേയം ഓർക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിലൊരു തിരുനാൾ ആചരിക്കൽ തെറ്റൊന്നുമില്ല. എന്താണ് ഈ മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം? നമുക്ക് പല നിർദ്ദേശങ്ങളുണ്ട്. മോശയുടെ പെങ്ങളുടെ പേര് മിറിയം എന്നായിരുന്നു, മിറിയം ഹീബ്രുവിൽ. അതിന് പ്രിയപ്പെട്ടവൾ, സ്നേഹിക്കപ്പെട്ടവൾ, ഉയർത്തപ്പെട്ടവൾ, ശ്രേഷ്ഠ എന്നൊക്കെ അർത്ഥമുണ്ട്. അരാമിയ സുറിയാനി ഭാഷയിൽ നാഥൻ എന്ന അർത്ഥമുള്ള മാർ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് മറിയം. മറിയം. ഇപ്പം നമ്മൾ മാർ പോളി കണ്ണുകാടൻ, മാർ റാഫേൽ തട്ടിൽ, മാർ, അത് നാഥൻ ഇല്ലേ എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് മറിയം. നാഥൻ പുല്ലിംഗരൂപം നാഥ, മറിയം മാറ് പുല്ലിംഗരൂപം നാഥൻ, മറിയം നാഥ എന്നർത്ഥം, നാഥ ലേഡി. അപ്പം മാർ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് മറിയം, അർത്ഥം നാഥ. അരാമിയ ഭാഷയിലെ മറിയമാണ് ഗ്രീക്കിൽ മരിയ ആയത്, മരിയ. മാറി എന്ന അരാമിയ വാക്കിന് എൻ്റെ നാഥ എന്ന അർത്ഥമുണ്ടെന്ന് പറഞ്ഞല്ലോ. ദാനിയേൽ 4:16 അങ്ങനെ കാണാം, എൻ്റെ നാഥ. യാം എന്നതിന് കടൽ, സമുദ്രം എന്നും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറിയം എന്ന നാമത്തിന് എൻ്റെ സമുദ്രനാഥ എന്നും അർത്ഥം. മാറി എന്ന വാക്കിന് എൻ്റെ നാഥ, മാറി. മറിയം, മാറി എന്ന വാക്കിനോട് യാം ചെയ്യുക. മാറി എന്ന വാക്കിന് യാം. യാം എന്ന വാക്കിന് കടൽ, സമുദ്രം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മാറി പ്ലസ് യാം, മറിയം. അതിന് എൻ്റെ സമുദ്രനാഥ എന്നർത്ഥം. മാറി എന്ന വാക്കിന് എൻ്റെ നാഥ എന്നർത്ഥം. മാറി എന്നതിനോട് യാം ചേരുമ്പോൾ മറിയം, യാം എന്ന വാക്കിന് കടൽ, സമുദ്രം എന്നൊക്കെ അർത്ഥം. അപ്പോൾ മറിയം എന്നതിന് എൻ്റെ സമുദ്രനാഥ എന്നർത്ഥം. വിശുദ്ധ ജെറോം, കേസറിയയിലെ എവ്സബിയസ്, സഭാചരിത്രം എഴുതിയ എവ്സബിയസ്, അവരൊക്കെ ഹീബ്രുവിൽ മർ, യാം എന്നീ 2 വാക്കുകളിൽ നിന്നാണ് മറിയം എന്ന് ഉത്ഭവിക്കുന്നത് പറയുന്നു. മർ പിന്നെ യാം. മർ എന്ന വാക്കിന് ബിന്ദു, തുള്ളി, കണം എന്നൊക്കെയാണ് അർത്ഥം. യാം എന്നതിനുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞു, കടൽ, സമുദ്രം. മർ എന്ന വാക്ക് യെശയ്യായുടെ ഗ്രന്ഥം 40:15 ഉപയോഗിച്ചിട്ടുണ്ട്. മർ, ബിന്ദു, തുള്ളി, കണം എന്നൊക്കെയുള്ള ഒരു അറ്റോമിക് കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു തുള്ളി, അങ്ങനെയുള്ള അപ്പോൾ യാം, കടൽ, സമുദ്രം. മർ എന്ന് പറഞ്ഞാൽ തുള്ളി, കണം അല്ലെങ്കിൽ ബിന്ദു എന്നൊക്കെ അർത്ഥം. അപ്പം മറിയം എന്ന വാക്കിന്
കടൽ തുള്ളി എന്നാണ് അർത്ഥം. കടൽ തുള്ളി, ദ ഡ്രോപ്പ് ഓഫ് ദ സീ. ലത്തീനിൽ സ്റ്റില്ല മാരിസ് എന്നാണ്. സ്റ്റില്ല മാരിസ്. ദൈവമെന്ന സമുദ്രത്തിൽ ആറാടി നിൽക്കുന്ന ബിന്ദുവാണ് മറിയം എന്ന വ്യാഖ്യാനം. ദൈവമെന്ന സമുദ്രത്തിൽ അങ്ങനെ നിൽക്കുന്ന ആറാടി നിൽക്കുന്ന ഒരു ബിന്ദു, ഒരു തുള്ളിയാണ് മറിയം എന്ന് അർത്ഥം. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നത്, ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ ആനന്ദിച്ചാലും, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ സ്വസ്തി എന്നാണ്. അപ്പോൾ അതൊരു ഗംഭീരമായ ഒരു വ്യാഖ്യാനമാണ് മറിയത്തിൻ്റെ. ഈ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളാണ് അവൾ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. ദൈവം എന്ന സമുദ്രത്തിൽ ആറാടി നിൽക്കുന്നൊരു ബിന്ദുവാണ് മറിയം. ഇത് സ്റ്റില്ല മാരിസ് എന്നായിരുന്നു. കാലക്രമത്തിൽ അത് സ്റ്റെല്ല മാരിസ് എന്ന് തർജ്ജമ ചെയ്യാൻ തുടങ്ങി. സ്റ്റെല്ല മാരിസ്. ലത്തീനിൽ സ്റ്റെല്ല എന്ന വാക്കിന് സ്റ്റാർ, താരം എന്നർത്ഥം. മാരിസ്, സ്റ്റെല്ല മാരിസ്, സമുദ്രനാഥ. പണ്ട് കാലത്ത് GPS നാവിഗേഷനൊന്നും ഇല്ല. അപ്പോൾ പ്രാചീന കാലത്ത് കപ്പൽ യാത്രയൊക്കെ ചെയ്യുന്നവർ ആകാശ നക്ഷത്രങ്ങളുടെ ദിശയൊക്കെ നോക്കിയിട്ടാണ് കടലിൽ യാത്ര ചെയ്തിരുന്നത്. കടൽ യാത്രക്കാർ വഴി നിശ്ചയിച്ചിരുന്നത് നക്ഷത്രങ്ങളുടെ പൊസിഷൻ നോക്കിയിട്ടാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ മറിയം നമുക്ക് ഇഹലോകത്ത് മാർഗനിർദ്ദേശം നൽകുന്ന സമുദ്ര താരമാണ്. നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്ന നല്ല GPS ആണ് മറിയം. മറിയത്തിൻ്റെ ജീവിതം നമ്മൾ മരിയൻ ധ്യാനം 40 എപ്പിസോഡ് നമ്മൾ പൂർത്തിയായിട്ടുണ്ട്, ഇനിയും കിടക്കുകയാണ്. അപ്പോൾ ഈ മറിയത്തിൻ്റെ ആധ്യാത്മികത, മറിയം എന്നൊരു ആ ആള് നമുക്കൊരു GPS ആണ് നമ്മുടെ ആത്മീയ യാത്രയ്ക്ക്. അപ്പോൾ മറിയത്തിൻ്റെ ഈ വിശുദ്ധ നാമം തിരുനാളായിട്ട് ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് മറിയം എന്ന ആ GPS, നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്ന സമുദ്ര താരം അല്ലെങ്കിൽ GPS നമുക്ക് ആഴത്തിൽ പഠിക്കാം. ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെ ഒപ്പം തന്നെ വേണ്ടതാണ് മരിയശാസ്ത്രം. കാരണം എന്തുമാത്രം സ്ഥലത്താണ് മറിയത്തെക്കുറിച്ച് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പരോക്ഷമായിട്ടും പുതിയ നിയമത്തിൽ പ്രത്യക്ഷമായിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. മറിയത്തിൻ്റെ അനുസരണത്തിൻ്റെ പ്രസക്തി, അതായത് മനുഷ്യൻ്റെ ഭാവി, നമ്മുടെ ഭാവിയാണ് ഒരു തുലാസിൽ തൂങ്ങുന്ന പോലെ ആയിരുന്നത്. മറിയത്തിൻ്റെ ഒരു സമ്മതത്തിന് വേണ്ടി ദൈവം കാത്തു നിൽക്കുകയായിരുന്നു. അത്രയും വലിയ മഹതിയാണ് മറിയം. അത്രയും വലിയ മഹതിയാണ് നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ വളരെ മോശമായി ചിത്രീകരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. കാരണം ഈ വീഡിയോ കേൾക്കുമ്പോഴും അവരിതിനെ മറിയത്തിനെതിരെ സംസാരിക്കാനായിട്ട് വരും. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു. ഈ മിക്കവാറും എല്ലായ്പ്പോഴും ഞാൻ സൂചിപ്പിക്കുന്ന കാരണം ഇതിനകത്ത് കുറേ പേര് മറിയത്തെ ദുഷിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അവർക്കൊരു ദിവസം മാനസാന്തരം ഉണ്ടാകുമെന്നും അവർ കത്തോലിക്ക സഭയിലേക്ക് വരുമെന്നും വലിയ പ്രേക്ഷിതരാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. സംഭവിക്കും അത്. പക്ഷെ അവനെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് യേശുവിൻ്റെ അമ്മയെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും അവൾ പാപിനിയാണെന്നും അവൾക്ക് മക്കളുണ്ടെന്നും വ്യാഖ്യാനിക്കുകയും ചെയ്ത് ഒരു തെളിവുമില്ല. യേശുവിന് സഹോദരന്മാരെന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ മറിയത്തിൻ്റെ മക്കളാണെന്ന് ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല. എന്നിട്ടും അവർ മറിയത്തിൻ്റെ മക്കളാണെന്ന് ആരോപിച്ച് എല്ലാ കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ മറിയത്തെ മോശമായി ചിത്രീകരിക്കുമ്പോൾ കർത്താവ് യേശുവിന് നിങ്ങളോട് ഇഷ്ടമുണ്ടാകുമെന്നാണോ നിങ്ങൾക്ക് തോന്നണേ? എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നും എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് തിരുവചനം പറയണേ. വിസ്മയം കൊണ്ട് നിന്റെ അഭിവാദനം കേട്ടപ്പോൾ ശിശു ഉദരത്തിൽ കുതിച്ചു ചാടി, സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ, മറിയത്തിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നൊക്കെയാണ്. ഇങ്ങനെ വലിയ കാര്യങ്ങളെല്ലാം മറിയത്തെക്കുറിച്ച് പറഞ്ഞിട്ടും ആ മറിയത്തെ മോശമായി ചിത്രിക്കാൻ ഒരു ഒളുപ്പമില്ലാതെ വന്നിരിക്കുന്നവരുടെ മാനസാന്തരത്തിന് ആയിട്ട് ഇന്നത്തെ ഈ തിരുനാൾ അവളുടെ പേര്, ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ആ മറിയം എന്നുള്ള പേര്, അവളുടെ പേര് മറിയം എന്നായിരുന്നു. ആ പേരാണ് നമ്മൾ ഇന്ന് തിരുനാളിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറിയം എന്ന വാക്കിന് അർത്ഥം നമ്മൾ കണ്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു എന്ന് തിരുവചനമുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു തിരുനാളായി ആഘോഷിക്കാനുള്ള അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ മറിയത്തെ ദുഷിച്ച് പറയുന്ന അവരോട് കർത്താവെ അവരോട് പൊറുക്കണമേ എന്നും അവർ മാനസാന്തരപ്പെട്ട് മറിയത്തെ പോലെ മറിയത്തെ ഒരു GPS ആയിട്ട് ഉപയോഗിച്ച് അവരുടെ ആത്മീയ യാത്ര നടത്തട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.